ഭക്തി നിറവിൽ കൊട്ടിയൂരിൽ ഇളനീർ വെയ്പ് നടന്നു. പാരമ്പര്യ അവകാശികളായ തണ്ടയന്മാരാണ് ഇളനീർ സമർപ്പിച്ചത്. ഇന്ന് രാത്രി ഇളനീരാട്ടം നടക്കും. രാത്രി പന്തീരടി പൂജ പൂർത്തീകരിച്ച ശേഷമാണ് ഇളനീർ വെയ്പ് ചടങ്ങുകൾ നടത്തിയത്. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നിന്നും എരുവട്ടിത്തണ്ടയാൻ എണ്ണയും ഇളനീരുമായി വൈകുന്നേരത്തോടെ കൊട്ടിയൂരിൽ എത്തിച്ചേർന്നിരുന്നു. വീരഭദ്ര വേഷം ധരിച്ച അഞ്ഞൂറ്റൻ തിരുവഞ്ചിറയുടെ കിഴക്കേ നടയിൽ ഒറ്റക്കാലിൽ നിന്ന് ഭക്തരെ അനുഗ്രഹിച്ചു. വിവിധ മഠങ്ങളിൽ നിന്നും വ്രതമെടുത്ത് കഞ്ഞിപ്പുരകളിൽ താമസിച്ച് ദീർഘദൂരം കാൽനടയായി വന്ന ഇളനീർ വ്രതക്കാർ ഇന്നലെ സന്ധ്യ വരെ കൊട്ടിയൂരിലേക്ക് ഇളനീരുകൾ എഴുന്നള്ളിച്ചെത്തി. ആയിരക്കണക്കിന് ഇളനീർക്കാവുകളാണ് മന്തഞ്ചേരിയിൽ സൂക്ഷിച്ചത്. ബാവലിപ്പുഴയിൽ മുക്കിച്ചന നടത്തിയ ശേഷം വ്രതക്കാർ ഇളനീർ വെയ്പിന് മുഹൂർത്തം കാത്തിരുന്നു. കുടിപതി കാരണവർ വെള്ളിക്കിടാരം വെച്ച് ഇളനീർ വെയ്പിനുള്ള രാശി വിളിച്ചതോടെ ഇളനീർക്കാർ ഓരോ സംഘമായി ബാവലിപ്പുഴയിലിറങ്ങി കാവടക്കം മുങ്ങി നിവർന്നാണ് അക്കരെ സന്നിധാനത്തേക്ക് പ്രവേശിച്ചത്. തട്ടും പോളയും വെച്ച സ്ഥാനത്ത് 3 തവണ വലം വെച്ച് കാവ് സമർപ്പിച്ചു. തുടർന്ന് ഭണ്ഡാരം പെരുക്കിയ ശേഷം വീരഭദ്രനെ വണങ്ങി ഇളനീർ സംഘം മടങ്ങി. ഇളനീർ വെപ്പിനൊപ്പം എരുവട്ടിത്തണ്ടയാൻ ഒരു കുടം എള്ളെണ്ണയും സമർപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ആയിരുന്നു എണ്ണ സമർപ്പണം. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്തുന്നതിനുള്ള കത്തികളും സമർപ്പിച്ചു. വാക്കന്റെ കുഴലൂത്തിന്റെയും മുന്നൂറ്റാന്റെ ചീനവാദ്യത്തിന്റെയും ശബ്ദധ്വനിയിൽ നടന്ന ഇളനീർ വെയ്പ് ഭക്തിസാന്ദ്രമായി. ആയിരക്കണക്കിന് ഭക്തജനസാഗരത്തെ സാക്ഷിയാക്കിയാണ് പെരുമാൾക്ക് തിരുവഞ്ചിറയിൽ ഇളനീർ സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസൈറ്റ്. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.